ജ്യോതിഷ ദർശനം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പുണർദം നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പുണർദം നക്ഷത്രം രണ്ട് കൂറിലുണ്ട്. മിഥുനക്കൂറിലാണ് പുണർദം നക്ഷത്രത്തിൻ്റെ കൂടുതൽ ഭാഗവും. അതായത് പുണർദം നക്ഷത്രം മുക്കാലും 45 നാഴികയും മിഥുനക്കൂറിലും 15 നാഴിക കാൽ ഭാഗം കർക്കടകം രാശിയിലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ രണ്ട് കൂറിൽപ്പെടുന്നതാണ് പുണർദം നക്ഷത്രം. അപ്പോൾ പുണർദം നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗത്തിലുള്ളവർ മിഥുനക്കൂറുകാരാണ്. പുണർദം നക്ഷത്രത്തിൽ പുണർദം നക്ഷത്രത്തിൻ്റെ കാൽ ഭാഗത്തിൽ ജനിച്ചവർ കർക്കിടകക്കൂറിലുമാണ്. പുണർദം നക്ഷത്രത്തിൻ്റെ ഒരു വിശേഷത വെച്ചാൽ ശ്രീരാമചന്ദ്രൻ്റെ ഭഗവാന്റെ നക്ഷത്രമായിട്ടാണ് കാണുന്നത്. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഭവങ്ങളും ഈ നക്ഷത്രക്കാരെ സ്വാധീനിക്കുമെന്ന് പറയാം. അദ്ദേഹം അവതാരമൂർത്തിയായിട്ട് പോലും അദ്ദേഹത്തിന് വിരഹം അനുഭവിക്കേണ്ടി വന്നു. സ്വന്തം ജനിച്ച വീട് കൊട്ടാരം ഉപേക്ഷിച്ച് വനവാസം ചെയ്യേണ്ടി വന്നു. ഭാര്യയെ ഉപേക്ഷിച്ച് ജീവിക്കേണ്ടി വന്നു. യുദ്ധവും ക്ലേശവും അനുഭവിക്കേണ്ടി വന്നു. വെച്ചാൽ അദ്ദേഹം അത്രത്തോളം പവിത്രമായ ഒരു ജന്മം എടുത്തിട്ടും ഒരുപാട് പ്രതിസന്ധികൾ വന്നതുപോലെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാത്വിക സ്വഭാവമുള്ള നക്ഷത്രക്കാരിൽ കൂടുതലും പുണർന്ന ആളുകാരാണ്. ശാന്തശീലരാണ്. മറ്റുള്ളവരെ പോലൊന്നും എടുത്തു ചാടി പ്രകോപിതരാകുന്ന ആളുകളെ അല്ല. പക്ഷെ നമുക്ക് തന്നെ തോന്നുന്നു എന്താണ് ഇങ്ങനെയുള്ളവർക്ക് ഇത്തരം അനുഭവങ്ങൾ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചില ദോഷാനുഭവങ്ങൾ ഉണ്ട് എങ്കിലും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആലോചനാശീലത്തോടുകൂടി എന്ത് കാര്യം ചിലർക്കൊണ്ട് എടുത്തു ചാടി പെട്ടെന്ന് കേൾക്കുന്നതിനനുസരിച്ച് ഉടൻ തന്നെ അങ്ങ് പ്രതികരിക്കും. അത് ആകെ എന്താ പറയേണ്ട കുളമാകുകയും ചെയ്യും. എന്നാൽ ഈ നക്ഷത്രക്കാരങ്ങനല്ല. വളരെ ആലോചനയോടുകൂടി വളരെ സാവധാനത്തിൽ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുകയും ഒരു വിഷയത്തിൻ്റെ വരായികൾ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ ഇപ്പം ചെയ്താൽ ആ ചെയ്യുന്നതിന് അതിനെന്തായിരിക്കും അതിൻ്റെ ഒരു റിസൾട്ട് പിന്നീട് ഉണ്ടാകുന്നതിനെക്കുറിച്ച് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചിന്തിച്ച് പെരുമാറുന്ന ആളുകളാണ് ഈ പുണർദം നക്ഷത്രത്തിൽപ്പെട്ട കൂടുതലും. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ ഇന്നിപ്പോൾ കാണുന്ന ഒരു സംഗതി, ഇന്ന് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം സ്പീഡി ലൈഫാണ്. ആർക്കും ആരെയും വേണ്ട. മാതാപിതാക്കളെ മക്കൾക്ക് വേണ്ട, മക്കൾക്ക് മാതാപിതാക്കളെ വേണ്ട, ഭാര്യയ്ക്ക് ഭർത്താവിനെ വേണ്ട, ഭർത്താവിനും ഭാര്യയ്ക്കും മക്കളെ വേണ്ട. ഇങ്ങനെ എല്ലാവരും കുടുംബ ബന്ധങ്ങളോ അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങളോ ഒന്നുമില്ലാതെ എല്ലാം തിരക്കിട്ട് പോകുമ്പോൾ ആർക്കും ആരോടും ഒരു ഈ നക്ഷത്രക്കാരങ്ങനെയല്ല. അവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള പ്രവണത കൂടുതൽ, പരസഹായങ്ങൾ. എന്നാൽ ഇന്ന് പരസഹായങ്ങൾ ചെയ്യുന്ന ആളുകൾ വളരെ ദാനധർമാദികളോ മറ്റുള്ളവരെ സേവിക്കുന്നവരോ സഹായിക്കുന്നവരോ വളരെ അപൂർവം. എന്നാൽ അങ്ങനെയുള്ള സേവന തൽപരതയിൽ മുന്നിട്ട് നിൽക്കുന്നവർ, അത്തരം മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, ഇപ്പോൾ സേവന തൽപരതയുള്ള ജോലികളാണ് പലതും. പഞ്ചായത്ത് തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആശുപത്രി ഡോക്ടർമാർ, അതുപോലെ നഴ്സുമാർ, ആരോഗ്യ മേഖലയിലുള്ളവർ, അതുപോലെ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിൽ പോലീസിലുള്ളവർ, എല്ലാവരും ആ സേവനപരമായ മേഖലകളിൽ നിൽക്കുന്നവർക്ക് ഈ നക്ഷത്രക്കാരിൽ സേവന തൽപരത വളരെ കൂടുതലായിരിക്കും. അവരത്തരം കാര്യം. അതുപോലെ പഠന കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നവർ, ചില ഉന്നത വിദ്യാഭ്യാസങ്ങൾ ചെയ്യുന്നവർ, ഗവേഷണപരതയോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കെല്ലാം നല്ല ഒരു ശ്രദ്ധയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നവരിൽ കൂടുതലും പുണർദം നക്ഷത്രക്കാർ തന്നെ ആയിരിക്കും. പിന്നെ നിതാന്തമായിട്ട് ഇവരോട് എന്തെങ്കിലും ഒരു ശത്രുത കാണിച്ചാലോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലാത്തൊരു വാക്ക് പറഞ്ഞാൽ അത് ഉള്ളിൽ തന്നെ ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ട് നടക്കും. ആ ഒരു ഗ്രഡ്ജ് എപ്പോഴും നിലനിർത്തിക്കൊണ്ട് നടക്കും കാലങ്ങളോളം. അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകൾ ഈ നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുപോലെ തന്നെ ഈ മുഖം നോക്കാതെ ആരാണെന്ന് പറഞ്ഞാലും നീതികരമല്ലാത്ത അല്ലെങ്കിൽ അധർമ്മമുള്ള കാര്യങ്ങൾ, അധാർമികമായ കാര്യങ്ങൾ പറയുകയും ന്യായമല്ലാത്ത കാര്യങ്ങൾ പറയുകയും ഇടപെടുകയും ചെയ്താൽ മുഖം നോക്കാതെ തന്നെ ശരിക്കും ഇവർ പ്രതികരിക്കുന്ന ആളുകളാണ്. മഞ്ഞ പുഷ്യരാഗമാണ് ഈ നക്ഷത്രത്തിന് ധരിക്കേണ്ടതായിരിക്കുന്ന ഭാഗ്യരത്നം. മഞ്ഞ നിറം, ചുവപ്പ് നിറമൊക്കെ ഭാഗ്യ നിറങ്ങളാണ്. അതുപോലെ തന്നെ ഈ 2026 ഈ പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 കർക്കടകൻ രാശിയിൽപ്പെട്ടവർക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് വ്യാഴം മോശരാശിയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായിരിക്കുന്ന ക്ലേശങ്ങൾ, വൈഷമ്യങ്ങളുണ്ടാകും. ശാരീരികമായിരിക്കുന്ന സുഖങ്ങൾ പൊതുവെ കുറവായിരിക്കും. അതുപോലെ തന്നെ രണ്ടാം ഭാവത്തിൽ
ഇവരുടെ ചാരവശാൽ കർക്കിടക രാശിക്ക് 2ാം ഭാവത്തിൽ കേതുവിൻ്റെ സ്ഥിതി ദോഷം ചെയ്യും. അഷ്ടമത്തിലെ രാഹുവിൻ്റെ സ്ഥിതി ചാരവശാൽ അത് ദോഷം ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും സാമ്പത്തികമായിരിക്കുന്ന ധനാഗമ മാർഗങ്ങളിലുള്ള തടസ്സങ്ങൾ, ശാരീരികമായിരിക്കുന്ന രോഗാരിഷ്ടതകൾ, പൊതുവെയുള്ള സുഖക്കുറവുകളുണ്ടാകും. ഇതിന് ചെയ്യേണ്ടുന്ന കാര്യം ദുർഗാക്ഷേത്രങ്ങളിൽ ഭജനം നടത്തുക, ഗണപതിക്ക് പ്രീതികരമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുക. ഗണപതി ക്ഷേത്രങ്ങൾ ദർശിക്കാം, ഗണപതി സ്തുതികൾ പാടാം, ഗണപതി ഹോമത്തിന് കൊടുക്കാം. അതുപോലെ തന്നെ ദുർഗാക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിക്കാം. പൊതുവെ എല്ലാത്തിനും കൂടെ വേണ്ടി നവഗ്രഹ പ്രീതികരമായ കർമ്മങ്ങൾ, നവഗ്രഹ പ്രാർത്ഥന, നവഗ്രഹ പൂജ, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും. ദാനധർമ്മങ്ങൾ കൂടുതൽ ചെയ്യുകയും പുണ്യക്ഷേത്രങ്ങൾ കൂടുതൽ ദർശിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, ഈ പുണർതം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹദായകമായി. പുണർതം നാളിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ അമിതമായിരിക്കുന്ന ആസക്തി ഭക്ഷണത്തോടാണെങ്കിലും മറ്റു പലതിനോടാണെങ്കിലും, അത് മറ്റു പലതെന്ന് ഉദ്ദേശിച്ച ലഹരി വസ്തുക്കളോടാണെങ്കിലും ചില ആസക്തിയുള്ളവരുണ്ട്. അപ്പോൾ ഈ പുണർത നക്ഷത്രക്കാർക്ക് കൂടുതലും വരാൻ സാധ്യതയുള്ള ഉദരസംബന്ധമായിരിക്കുന്ന വ്യാധികൾ, കരളിന് ഉള്ള അസുഖങ്ങൾ, അതുപോലെ ഹൃദ്രോഗ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ, ഇതിനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ആസക്തികൾ വളരെ കുറയ്ക്കണം. കൃത്യമായിരിക്കുന്ന വ്യായാമം, അതുപോലെ ധ്യാനം, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. ശാരീരികമായിരിക്കുന്ന ക്ഷമത വർദ്ധിപ്പിക്കട്ടെ. അതുപോലെ തന്നെ മാംസ്യാഹാരങ്ങളെക്കാൾ കൂടുതൽ സസ്യാഹാരങ്ങൾ കഴിക്കുന്നതായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യുന്നത്. പിന്നെ നല്ല ആചാരാനുഷ്ഠാനങ്ങളിൽ വളരെ വിശ്വാസമുള്ളവരായിരിക്കും. പാരമ്പര്യമായ റിച്വൽസിനോട്, നമ്മുടെ അനുഷ്ഠാനങ്ങളോട്, സമ്പ്രദായങ്ങളോടൊക്കെ തന്നെ വിശ്വാസവും ഈശ്വരനിൽ ഭക്തി പുലർത്തുന്നവരും ഒക്കെ തന്നെയാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ. അതുപോലെ സന്താന സൗഭാഗ്യങ്ങൾ, നല്ല സന്താനങ്ങൾ ജനിക്കും. സന്താനങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല, ആ സന്താനങ്ങൾ സ്വന്തം മാതാപിതാക്കൾക്കും കുടുംബത്തും അതോടൊപ്പം തന്നെ സമൂഹത്തിനും ഗുണം ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെ നല്ല സന്താന സൗഭാഗ്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. കലാ ആസ്വാദകരായിരിക്കും. ചില പുണർന്ന നാളുകാർക്ക് ആഡംബരപ്രിയത്വം കൂടുതലായിരിക്കും. ഒന്നിലധികം വാഹനങ്ങൾ, വീടുകൾ, വസ്തുക്കൾ, ഇതൊക്കെ അനുഭവത്തിൽ വരാനുള്ള യോഗം ഈ നക്ഷത്രക്കാരിൽ കാണുന്നുണ്ട്. പൊതുവെ ഈ നക്ഷത്രത്തിന് ഈ ഒരു വർഷം ഗുണകരമായ അനുഭവം തന്നെയായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.